ഹായ്, വെൽക്കം ബാക്ക് ടു നിജിനാസ് കിച്ചൻ. ഇന്ന് ഞാനാണ് നിങ്ങൾക്കൊരു പുതിയൊരു വിഭവം പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാവില ചിക്കനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പ്ലാവില ചിക്കൻ എന്താണെന്ന് വെച്ചാൽ പ്ലാവിലയിൽ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ച് ചുട്ട് തിന്നുന്നൊരു സംഭവമാണ്. നല്ലൊരു ടേസ്റ്റി ഫുഡാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്ലാവില കിട്ടുമെന്ന് നമുക്ക് പോയിട്ട് നോക്കാം. നമ്മളിവിടെ പ്ലാവില പറിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ഒരു നാരങ്ങയുടെ ഓറഞ്ചിൻ്റെ ഒരു മരം കണ്ടത്. ഒട്ടും കരിഞ്ഞു പോയിരിക്കുന്നത്. പക്ഷേങ്കിൽ കുറേ എണ്ണം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. മരം കരിഞ്ഞത് പോലെയാണ് പോകുന്നത്, പക്ഷെ കായ്ച്ചത് കാണുന്നു. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ആദ്യം തന്നെ 1/4 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം, കോൺഫ്ലവർ, പിന്നെ കുരുമുളക് പൊടി, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അരമുറി ചെറുനാരങ്ങ, വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ പ്ലാവിലയുണ്ട്. പ്ലാവില നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് തുടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കപ്പം ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ കൂടി നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കുരുമുളക് പൊടി വിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/4 മണിക്കൂർ തൊട്ട് അരമണിക്കൂർ വരെ വേറെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പ്ലാവിലെടുത്ത് അതിൻ്റെ ഒരു അറ്റം നന്നായിട്ട് മടക്കി വെച്ച് അതിനകത്ത് ചിക്കൻ എടുത്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡ് നന്നായിട്ട് കവർ ചെയ്ത് കുറച്ച് ടൈറ്റാക്കിയിട്ട് മടക്കി വെക്കുക. അതിനകത്തേക്ക് നമ്മൾ പിന്നെ ഒരു ടൂത്ത് പിക്ക് എടുത്ത് നന്നായിട്ട് കുത്തി വെക്കുക. പുറത്തേക്ക് വരാതിരിക്കുന്ന തരത്തിൽ ടൂത്ത് പിക്ക് എടുത്തിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലാവിലെടുത്ത് ഇതേപോലെ ചിക്കൻ ഓരോന്നായിട്ട് മടക്കി വെച്ച് ഫിക്സ് ചെയ്ത് നന്നായിട്ട് മാറ്റി വെക്കുക ഓരോന്നായിട്ട്. എനിക്ക് തോന്നുന്നു പിന്നെ യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു റെസിപ്പി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ചിക്കനും പ്ലാവിലയാക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഫോയിൽ പേപ്പർ എടുത്ത് നേരത്തെ എടുത്ത് വെച്ച പ്ലാവില ചിക്കൻ കവർ ചെയ്ത് വെച്ച് നമുക്ക് ഫ്രൈങ് പാനിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. 2 ഫ്രൈങ് പാനിലേക്കായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്യാസ് ഓണാക്കി നമ്മൾ ഫ്രൈങ് പാനിൽ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു. ഇതിൽ കുറച്ച് നമ്മൾ ഫോയിൽ
പേപ്പർ കവർ ചെയ്യാതെ ഡയറക്റ്റ് കല്ലിലേക്ക് വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. ഇതിപ്പം ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണിത്, നോൺ വെജ് ഐറ്റം. ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത പ്ലാവില ചിക്കൻ കൂടി നമുക്ക് തിരിച്ചെടുത്ത് ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലാവില ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ സവാളയും ക്യാരറ്റൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തായെന്ന് നമുക്ക് തുറന്ന് നോക്കാം. അതെ, അപ്പോൾ നമുക്ക് ടൂത്ത് പിക്ക് എടുത്ത് മാറ്റാം. കവർ എല്ലാം ഒന്ന് തുറന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ലുക്കാണല്ലോ. ഉള്ളിൽ എന്നിട്ട് വെന്തിനോന്നറിയില്ല, നോക്കാം. നന്നായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നല്ല ഒന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം സൈഡിൽ നിന്ന്. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഉള്ളിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് സൂപ്പർ, അടിപൊളി. അപ്പോൾ ഇവിടെ ഫോയിൽ വെച്ച് കവർ ചെയ്ത് ചുട്ടെടുത്ത കൂടി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. മെല്ലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം എന്തായെന്ന്. ഇതായിട്ടുണ്ട്. എല്ലാം തുറന്ന് നോക്കാം. പിന്നെ ടൂത്ത് പിക്കൊക്കെ എടുത്ത് ഒന്ന് നോക്കാം എന്തായെന്ന് അറിയില്ല. ഒരു തന്തൂരി ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ മണമൊക്കെ വരുന്നുണ്ട്. കഴിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട് സൈഡൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാവില ചിക്കൻ. അപ്പോൾ നമ്മൾ രണ്ട് ഫുഡും കഴിച്ചു. അതായത് ഒന്ന് ചുട്ടിട്ടും പ്ലാവിലയിൽ ചുട്ടിട്ടും അല്ലാതെ പിന്നെ അലൂമിനിയം പ്ലാവിലയിൽ തന്നെ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് ചുട്ടെടുത്തതും. അപ്പം അലൂമിനിയത്തിനെക്കാട്ടും കുറച്ചുകൂടി ടേസ്റ്റായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് പ്ലാവിലയിൽ ഡയറക്റ്റ് ചുട്ടെടുത്തതാണ്. കാരണം മറ്റേത് കുറച്ചൊരു ഫോഗി തന്തൂരി ടൈപ്പാണ്. ഇതൊരു നമ്മൾ പണ്ടത്തെ ഒരു ചുട്ടിട്ട് തിന്നുന്നൊരു ഫീല് നമുക്ക് കിട്ടും. നല്ലൊരു ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പോൾ പ്ലാവില ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്ലാവില കിട്ടും. ഇന്ന് ഞാനാണ് നിങ്ങൾക്ക് ഒരു